ഓക്കെ, ഒരു ഇമ്പോർട്ടന്റ് തിയറം ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതിന് 3 പേരുണ്ട്. കോഷീസ്, CAUCHY', കോഷീസ് ഇന്റഗ്രൽ തിയറം. ഇങ്ങനെ ചോദിച്ചാലോ, തിയറം ഓർ കോഷീസ് തിയറം, ഓർ ഇവന് വേറെ പേര് ഉണ്ട്, കോഷീസ് ഗൗർസാറ്റ് തിയറം. GAURSAT. ഓക്കെ, ഈ 3 പേര് ഇത് പഠിക്കുന്ന മുമ്പേ രണ്ട് ടേം പഠിക്കണം. സിംപ്ലി ആൻഡ് മൾട്ടി കണക്റ്റഡ് ഡൊമൈൻ. എന്താണ് സിംപ്ലി ആൻഡ് മൾട്ടിപ്ലി കണക്റ്റഡ് ഡൊമൈൻ? ഡൊമൈൻ എന്ന് വെച്ചാൽ എന്താ? നമുക്കൊരു പ്ലേസ് അല്ലെ തന്നിരിക്കുന്ന ഒരു പ്ലേസ്. ഡൊമൈൻ ഈസ് സെറ്റ് ടു ബി സിംപ്ലി കണക്റ്റഡ് if every simple closed contour lying, എവിടെയാണ് lying in D can be shrink. ആ തന്നിരിക്കുന്ന പോയിന്റിലോട്ട് tensed, shrink to a point without leaving D അല്ലേ? ആ ഡൊമൈനെ കളയാതെ ആ പോയിന്റിലോട്ട് ഇത് എന്ത് ചെയ്യും? ഫോക്കസ് ചെയ്യും. അവിടെ ഒരു ഹോളാണ് പറഞ്ഞെങ്കിൽ ഹോളിലോട്ട്. അപ്പൊ ഹോള് വന്നതിന് അങ്ങനെ നമുക്ക് പറയാനായിട്ട് അതിലോട്ട് എന്താണ്, അത് അൽത്തിക്കാണെന്ന് പറയാൻ പറ്റില്ല. അത് ഹോളിലോട്ടാണ്. ആ സ്പേസിൽ പറഞ്ഞാൽ ഇൻസൈഡ് പോവുക. അപ്പൊ ഹോള് നമ്മൾ കൺസിഡർ. അപ്പൊ ഒരു ഹോൾ ഉണ്ടായിരുന്നാൽ അതിന് എന്തെന്ന് പറയും? ഹോൾ ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ, വിച്ച് ഇസ്, അപ്പോ ഡബിളി കണക്റ്റഡ് എന്ന് വെച്ചാൽ എത്ര കാണും? ഡബിളി 2 ഹോൾസ് ഉണ്ടാവും. ഓക്കെ, അപ്പോ സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പോ ഒരു ഡബിളി ഒരു കണക്റ്റഡും ഇല്ലെങ്കിൽ അതിന് സിംപ്ലി കണക്റ്റഡ് എന്ന് പറയും. ഒരു ഹോളാണുള്ളതെങ്കിൽ അതിന് നമ്മൾ ഡബിളി, 2 എണ്ണം ഉണ്ടെങ്കിൽ ട്രിപ്പിളി എന്ന് പറയും. അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ a domain D is said to be simply connected if every simple closed contour lying in D can be shrunk to a point. പറഞ്ഞിരിക്കുന്ന പോയിന്റിലോട്ട് without leaving D. ഈ ഡൊമൈനെ കളയാതെ. എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ entire complex plane. നമ്മളൊരു സർക്കിൾ എടുക്കും അല്ലെ, അതുപോലെ ഒരു പ്ലെയിൻ, ചിലപ്പോൾ ഒരു എലിപ്സ് ആയിരിക്കും. ഇതൊക്കെയാ. ഇനി a domain is not simply connected, is said to be multiply connected domain. That is a multiply connected domain hole in it. അതിൽ എന്തുണ്ട്? ഹോള് ഉണ്ട്. ഇനി we call a domain, ഒരു പ്ലേസ് ആണ് a domain എന്നൊരു ഏരിയ. domain with one hole, doubly connected domain. A domain with 2 holes, triply connected domains and so on. Okay, ഇനി നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. ഇത് സിംപ്ലി കണക്റ്റഡ് ആണ്. ഇത് നമ്മൾ എടുക്കുമ്പോൾ ഇത് ഡബിളി കണക്റ്റഡ് ആണ്. അല്ല, 2 ഹോൾ, ഒരു ഹോൾ വന്നാൽ അത് ഡബിളിയു, 3 ഹോൾ വന്നാൽ ട്രിപ്പിളി. നമുക്ക് അല്ലാത്ത പ്ലേസസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന കോണ്ടൂർ. ഓക്കെ, ഹോളേ ഇല്ല.
ഇനി നമുക്ക് എന്താണ് അപ്പൊ കോഷീസ് ഇന്റഗ്രൽ തിയറം പറയാം എന്താണെന്ന്. if f എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ if is analytic in a simply connected domain D and gamma, ഇതാണ് കോണ്ടൂറിനെ റെപ്രസെന്റ് എനി ലൂപ്പ് ക്ലോസ്ഡ് കോണ്ടൂർ, ഇത് വെറുതെ ക്ലോസ്ഡ് ഇതിനെ ലൂപ്പ് എന്ന് പറയാം. ക്ലോസ്ഡ് കോണ്ടൂർ then integral over gamma f z dz equal to 0. ഇനി അല്ലെങ്കിൽ ഇതൊരു ഫംഗ്ഷൻ ഇങ്ങനെ ഒരു എഴുതാം. if a function f അല്ലേ നമ്മൾ പറഞ്ഞ f of z ഒക്കെ, f of z is analytic, സെയിം ഫോമിൽ തന്നെ കേട്ടോ, analytic at all points within കണ്ട അതിനകം അല്ലെങ്കിൽ അതിന്റെ ബൗണ്ടറി on in and on a simply closed contour C, then integral over C f z dz equal to 0. കണ്ട കോണ്ടൂറിനെ സിമ്പിൾ ചെയ്ത. അപ്പൊ നമുക്ക് പറയാൻ പറ്റി അനലിറ്റിക് പിന്നെ ക്ലോസ്ഡ് കോണ്ടൂറിലായിരുന്നു, അതിന് നമുക്ക് എന്തെന്ന് പറയാം ഇന്റഗ്രൽ. ഇനി നോട്ടായിട്ട് രണ്ട് ഇമ്പോർട്ടന്റ് നോട്ട്സ് പറയുവാണ്. ഇഫ് f z is analytic, എവിടെയാണ് വിത്തിൻ അതിനകത്ത് ആൻഡ് ഓൺ അതിന്റെ ബൗണ്ടറിയിൽ ഓൺ എ റീജിയൻ ബൗണ്ടഡ് ബൈ ടു സിമ്പിൾ ക്ലോസ്ഡ് കർവ്സ്. ഇവിടെ രണ്ടുപേര് വന്നിരിക്കണമെന്ന് വെച്ചോ, ടു സിമ്പിൾ ക്ലോസ്ഡ് ആയിട്ട് C1 ആൻഡ് C2, ഒന്നൊന്നിന്റെ അകത്തായിരിക്കാം. ചിലപ്പോ എന്തുവാ റീജിയൻ, ഇത് ഒരു ഡൊമൈൻ തന്ന ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു ഡൊമൈൻ തന്നിട്ട് അതിനകത്ത് രണ്ട് ഹോള് പോലെ രണ്ട് കർവ് ഉണ്ടെങ്കിൽ ദെൻ എന്തെന്ന് പറയാം, രണ്ടെണ്ണം ഉണ്ടെങ്കിൽ ഫോർമുല ഇന്റഗ്രൽ ഓവർ C1 f of z dz equal to integral C2 f of z dz, where C1 and C2 are, മറന്നു പോവര് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, traversed in anti-clockwise direction. ഇതാണ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, നിങ്ങൾക്ക് അറിയാമല്ലോ, ഇങ്ങനെ അല്ലേ. ക്ലോക്ക് വൈസ് ഇതാണെങ്കിൽ ആന്റി, ഇതിനെയാണ് ആന്റി ക്ലോക്ക് വൈസിന് വേണ്ട കൗണ്ടർ ഓപ്പോസിറ്റ് ആയിട്ട് കൗണ്ടർ ആൻസർ പറയും. നമ്മൾ കോടതിയിലൊക്കെ കേൾക്കുന്നതാ, ചോദിക്കുന്നതിന് തർക്കുത്തരം ചിലപ്പോ പറയും. എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലായിരുന്നാലും പറയാം കൗണ്ടർ. അപ്പൊ കൗണ്ടർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്ലോക്ക് വൈസ് ഇങ്ങനെയാണ്, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ, തെറ്റിപ്പോവരുത്. ഇനി സെക്കൻഡ് നോട്ടിൽ സെക്കൻഡ് പറയാണ്, the above theorem is known as Cauchy, ഇതിന്റെ വേറൊരു പേര്. അടുത്ത പറയാണ് the converse of the theorem is not in general form. അപ്പൊ ഫോർ ഒരു അല്ല, ഇതിന്റെ കോൺവേഴ്സ് എന്ന് പറഞ്ഞാൽ നോട്ടല്ല. ഫോർ ഇന്റഗ്രൽ മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറഞ്ഞാൽ എന്തുവാ, സർക്കിൾ വിത്ത് സെന്റർ എ ആൻഡ് റേഡിയസ് ആർ. ഇതാണ് എന്റെ സിമ്പല്. മോഡ് z ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ്, സർക്കിൾ വിത്ത് സെന്റർ 0 ആൻഡ് റേഡിയസ് 1. മോഡ് z മൈനസ് z0, മോഡ് z മൈനസ് z0. ഇവിടെ z0ന്റെ പ്ലേസിൽ എന്ത് വന്നിരിക്കുന്നത്, 0. സോ മോഡ് ആർ എത്ര, റേഡിയസ് ഇവിടെ ആറിന്റെ പ്ലേസിൽ ഉണ്ട്. അപ്പൊ അതാണ് യൂണിറ്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ മോഡ് z മൈനസ് എ ഈക്വൽ ടു ആർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പഠിച്ചതിലുണ്ട്. അപ്പൊ ഒരു സർക്കിള് സെന്റർ എ റേഡിയസ് 6 ഉള്ള സർക്കിള് ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എഫ് ഇസഡ് എന്താണ്, 1/f z മൈനസ് എ ഹോൾ സ്ക്വയർ dz ഈക്വൽ ടു 0. എപ്പോൾ ആവും, വേർ ആസ് f of z ഈക്വൽ ടു 1/z മൈനസ് എ തന്നല്ലോ, f of z dz. f of z എന്താണ്, 1/z മൈനസ് എ ഹോൾ സ്ക്വയർ ഈസ് നോട്ട് അനലിറ്റിക് at z equal to a. z equal to a ക്ക് പോയിന്റ് കൊടുത്ത് നോക്ക്, 1/0. അപ്പൊ അന്തര് എന്തോ ഇൻഫൈനൈറ്റ് എന്ന് കിട്ടും, അത് നോട്ട് അനലിറ്റിക് അറ്റ് പോയിന്റ്. അപ്പൊ ഇത് മനസ്സിൽ കാണാതെ പഠിക്കും. ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇന്റഗ്രൽ z മൈനസ് എ ഈക്വൽ ടു ആർ ആയാലും 1/z മൈനസ് എ ഹോൾ സ്ക്വയർ ഈക്വൽ ടു z ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്, നോട്ട് അനലിറ്റിക് അറ്റ് f of z.
ഓക്കെ, അപ്പൊ ഇതിനെ സംബന്ധിച്ച് ഒരു 2 പ്രോബ്ലം നമുക്ക് നോക്കാം. ഒരു പ്രോബ്ലം, വെരിഫൈ Cauchy's theorem for f of z equal to z and c in mod z equal to 1. കണ്ടോ, നേരത്തെ mod z minus a equal to 1 അല്ലെങ്കിൽ mod z minus a equal to r. അപ്പൊ ഇവിടെ യൂണിറ്റ് സർക്കിൾ എടുത്തിരിക്കുവാണ്. അതിലെ ഫംഗ്ഷൻ എന്ത് വന്നിരിക്കുന്ന, നമുക്ക് Cauchy's theorem കണ്ടുപിടിക്കണം അല്ലെ. Cauchy's theorem എന്താണ്? Cauchy's theorem പറയണെന്ന് ഇന്റഗ്രൽ ഓവർ സി എഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു വിത്തിൻ ആണോ എന്താണ് നോക്കണം നമുക്ക് അല്ലെ. മോഡ് ഇസഡ് ഈക്വൽ ടു ആർ, പാരാമെട്രിക് എപ്പോഴും സർക്കിൾ വരുമ്പോൾ പാരാമെട്രിക് ആണ് ഈസി. പാരാമെട്രിക് ഇക്വേഷൻ ഓഫ് മോഡ് ഇസഡ് ഈക്വൽ ടു 1. ഇതിനെ നമുക്ക് അറിഞ്ഞൂടെ, എന്തായത് ഇസഡ് ഈക്വൽ ടു ആർ ഇ റൈസ് ടു ഐ തീറ്റ. ഇവിടെ ആർ എത്രയുടെ റേഡിയസ് 1, അതുകൊണ്ട് ഇസഡ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ. ലിമിറ്റ് എത്രയാ, സർക്കിളാണ്, 0 ലെസ് ദാൻ ഓർ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2π. ഇനി ഡി ഇസഡ് എന്തുവാ കുഞ്ഞുങ്ങളെ, ഇസഡ് ഇ റൈസ് ടു ഐ തീറ്റ, ഡി ഇസഡ് ഐ ഇൻറ്റു ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ഇനി നമുക്ക് നോക്കാം ഇന്റഗ്രൽ ഓവർ, വെരിഫൈ ചെയ്യാനാണ് കറക്റ്റ് ആണെന്ന്. എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ഈക്വൽ ടു ഇന്റഗ്രൽ സർക്കിളിന്റെ ഇത് വെരിഫൈ ആണ്. സർക്കിളിനെ ആണല്ലോ നമ്മൾ പറയുന്നത്, ഒരു ക്ലോസ്ഡ് കോണ്ടൂർ ആയിട്ടുള്ള പ്ലേസിൽ ക്ലോസ്ഡ് ആയിരിക്കണം സർക്കിൾ, എലിപ്സ്, അതിലൊക്കെ വരാം. അപ്പൊ എന്താണ്, ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഡി ഇസഡ് എന്ന് പറഞ്ഞ ഐ ഇ റൈസ് ടു ഐ തീറ്റ ഡി തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഐ പുറത്തിടാം, raised to I 2 theta d theta raised to m into raised to m plus I theta plus I 3 raised to I 2 theta. That is I into e raised to 0 to 2 pi. E raised to I 2 theta by theta 2i. Derivative 1 ആണ്, ബാക്കി 2i into 0 to 2 pi. അപ്പൊ that is equal to I into upper limit e raised to I 2 pi by 2i minus e raised to 0 lower limit by 2i. അപ്പൊ നമുക്ക് ഐ ഐയും ക്യാൻസൽ ആക്കാമല്ലോ. എടുക്കാം, ഇ റൈസ് ടു ഐ 2π എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു ഐ തീറ്റ കോസ് തീറ്റ പ്ലസ് 2π പ്ലസ് ഐ സൈൻ 2π കോഡാണെങ്കിൽ -1 cos 2π is equal to 0. Consider the integral mod z equal to 1 dz by z plus 2. കണ്ടോ, അപ്പൊ ഇവിടുത്തെ നമുക്ക് നോക്കാം. ഹിയർ f of z equal to 1 by z plus 2, which is analytic everywhere, except ഇവിടെ മാത്രം നേരത്തെ പറഞ്ഞതുപോലെ വന്നപ്പോ except at z equal to 2 അല്ലേ, z equal to -2. അപ്പൊ -2 കൊടുത്തേ -2 0 എന്നുള്ളത്, വേറെ എല്ലായിടും അനലിറ്റിക് ആണ്. z equal to -2 is a point lies outside the circle. നോക്കാം, മോഡ് z equal to 1 എന്ന് പറയുന്ന ഒരു കോണ്ടൂർ ആണ് കൺസിഡർ ചെയ്യേണ്ടത്. -1 1. ഇവിടെ z equal to -2 വന്നാൽ ഔട്ട്സൈഡ് സർക്കിൾ ആണെങ്കിൽ എന്താണ്, അപ്പൊ നമുക്ക് എങ്ങനെ പറയാം, സർക്കിൾ മോഡ് z equal to 1. ശരിയാണല്ലോ, z equal to -2 എന്നുള്ളത് സീറോസ് ആണ്, z plus 2 അപ്പൊ -2 എന്ന് പറഞ്ഞാൽ പുറത്തല്ലേ വന്നിരിക്കുന്നത്, ഇതിന്റെ അകത്തല്ലല്ലോ, ഇത് -1 1 ആണ്, ഇതിന് പുറത്താണ്. Therefore 1 by f of z to 1 by z plus 2 is analytic inside as on, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അല്ലേ, ഇസ് അനലിറ്റിക് ഇൻസൈഡ്, അനലിറ്റിക് എവിടെയാണ് വന്നിരിക്കുന്നത്, കോണ്ടൂറിന് ഔട്ട്സൈഡ്, hence by Cauchy's theorem ഔട്ട്സൈഡ് ആണെങ്കിൽ എന്ത് പറയും, Cauchy's theorem എന്ത് പറഞ്ഞു, Cauchy's theorem 1 by z plus 2 dz equal to 0 അല്ലേ. ഇൻസൈഡ് ആണെങ്കിൽ നമ്മൾ വാല്യൂ കണ്ടുപിടിക്കാൻ പോണം, അല്ല ഔട്ട്സൈഡ് ആണെങ്കിൽ കണ്ടുപിടിക്കണ കാര്യം.
അപ്ലൈ ചെയ്യും, ബാക്കിയെല്ലാം 0. അപ്പോ ഇനി കോഷീസ് തിയറം, സോറി, ഒരെണ്ണം കൂടെ ചെയ്യാം കുഞ്ഞുങ്ങളെ. തേർഡ് വൺ, evaluate integral of c x square minus y square plus 2ixy into dz where c is mod z equal to 2. കണ്ടോ, mod z equal to 2 ആണ് തന്നിരിക്കുന്നത്. വേറെ ഒന്നും നമുക്ക് അറിഞ്ഞും കൂടെ നമ്മൾ തന്നിരിക്കുന്ന f of z എടുത്ത് എഴുതാം. f of z equal to x square minus y square plus 2ixy ആണേ. ഇതെന്ന് പറയുന്നത് എന്താടാ? ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ദ ഹോൾ സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2iv, ഐ സ്ക്വയർ ഈസ് -1 മൈനസ് വൈ സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇസഡ് സ്ക്വയർ. ഈസ് അനലിറ്റിക്, വിച്ച് ഈസ് അനലിറ്റിക് within and on mod z equal to 2. Hence, by Cauchy's theorem, integral over c f of z dz equal to 0. Next question. Okay, നമ്മൾ എഴുതി integral over c. The next. Then fourth one, evaluate integral over c 2z plus 3 by z square minus 2 minus z ആണ് dz where c is mod z minus 2 equal to 1 by 2. The integrand is analytic at all points except z equal to 0 and z equal to 1. Both these values lies outside mod z minus 2 equal to 1 by 2. And കണ്ടോ, അപ്പൊ മോഡ് ഇതിന്റെ z equal to 0 എങ്ങനെ ചെയ്യുന്നേ അത് നമുക്ക് നോക്കാം. ഡിനോമിനേറ്റർ എങ്ങനെ എടുക്കും? f of z equal to എന്താന്ന് കിട്ടും? 2z plus 3 by z square minus 2 അല്ലേ. ഇത് നമ്മൾ ഡിനോമിനേറ്ററിനെ 0 ഇക്വേറ്റ് ചെയ്യും, അങ്ങനെ കിട്ടാം 2 നിങ്ങളെ മനസ്സിൽ. That is equal to z into z minus 1 0. z equal to 0 or z equal to 1. അതല്ല ഇവിടെ എഴുതിയത് നമ്മള്. ഇത് ഇന്റഗ്രന്റ് ഈസ് അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് എക്സെപ്റ്റ് ഇത് രണ്ടിലും പോയിട്ട് both the values ഔട്ട്സൈഡ്. ഈ രണ്ട് വാല്യൂയും ഇതിന് എന്താണ്? ലൈ ഔട്ട്സൈഡ് അല്ലേ. മോഡ് z equal to അപ്പൊ എത്രയാണ് സെന്റർ? എത്ര കുഞ്ഞുങ്ങളെ സെന്റർ? മോഡ് z മൈനസ് 2 ഈക്വൽ ടു 1 by 2 എന്ന് പറഞ്ഞാൽ സെന്റർ എത്ര വരും? സെന്റർ z മൈനസ് എ, സെന്റർ എയില് 1 ആണ്, സെന്റർ 1ല് മോഡ് z 0 ആണ്, 0യില് അല്ലെ. ഇവിടെ എവിടെയാണ് പറഞ്ഞത്? z മൈനസ് z നോട്ട് എന്ന് പറയുമ്പോൾ 2, സെന്റർ 2ല് എത്ര ഡിസ്റ്റൻസ് ആണ്? അര അല്ലെ. ഹാഫ് വരുമ്പോ എത്ര വരും ഇവിടെ? 1.5. ഇപ്പറം ഇവിടെ ഒരു 2.5. ഇത്രയല്ലേ വരത്തുള്ളൂ. ഡിസ്റ്റൻസ് അത്രയല്ലേ റേഡിയസ് ഉള്ളൂ. അപ്പൊ ഇത് ഈ 0യും 1ഉം പുറത്തല്ലേ ഇല്ല. 2ല് ഇവിടെ 1.5 ഈ അപ്പൊ ഔട്ട്സൈഡ്. അതാണ് നമ്മൾ പറഞ്ഞത്. both the values outside mod z minus 1 equal to 1 by 2 and hence the integrand is analytic. എവിടെയാണ് അനലിറ്റിക് ആയിരിക്കുന്നത്? within and on സീലാണ്. hence by എങ്കിൽ അപ്പോ ഓൺ സീലാണ്. hence by Cauchy's theorem, integral over c 2z plus 3 by z square minus 2z dz equal to 0. അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് വിത്തിൻ ഓൺ ദ ക്ലോസ്ഡ് കോണ്ടൂർ ഇന്റഗ്രൽ ഓവർ c f z equal to അല്ലാത്ത എത്ര എന്താണ്? ഇന്റഗ്രൽ ഓവർ c f z ആണ്. അതിൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇഫ് എ ഫംഗ്ഷൻ അനലിറ്റിക് അറ്റ് ഓൾ പോയിന്റ്സ് വിത്തിൻ ആൻഡ് ഓൺ ദ ക്ലോസ്ഡ് കോണ്ടൂർ, അതിന് then integral over c f z dz equal to 0.
ഓക്കെ.